എന്ത്? ഇവക്ക് 2 കണക്ഷൻ ഉണ്ടല്ലോ, ഇവക്ക് 2 കണക്ഷൻ ഉണ്ട്. എന്റെ രഘു, അതൊക്കെ ഈ കാലത്ത് വലിയ സംഭവമാണോ? എനിക്കുണ്ടല്ലോ ഒന്നിൽ കൂടുതൽ കണക്ഷനുകൾ. അതീ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, ഫോൺ കണക്ഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവക്ക് 2 സിം ഉണ്ട്. അല്ലെ, 2 സിമ്മോ 3 സിമ്മോ എത്ര സിമ്മോ ഉണ്ടായിക്കോട്ടെ. എന്റെ സിം കയ്യിലുണ്ടല്ലോ. അതുപോലെ അവിടെ ഇരിക്കട്ടെ. അല്ല, അറിയിക്കണ്ട. അത് പോട്ടെ, സാരില്ല. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കൂ. ഉപദ്രവിക്കാറുണ്ടോ? മദ്യപിച്ചിട്ട് ഉപദ്രവിക്കാറുണ്ടോ? നന്നായിട്ട് ഉപദ്രവിക്കും. ഉപദ്രവിക്കല്ലോ, ഉപദ്രവിക്കുവോ? ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസം. ടി വി കണ്ടെടുത്തപ്പോ വന്നു, സീരിയലല്ലേ കാണുന്നത്, നമുക്ക് സത്യം അതിലാണോ കൊടുക്കേണ്ടത് ഇവിടെയാണോ കൊടുക്കേണ്ടത്? ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചന്ദനം വഴിയും പരസ്പരവും കഴിയാതെ എനിക്ക് ചോറില്ല. എന്തൊരു ഭർത്താവാ ഞാനിത്. അതെ സതീശ, ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, അവര് ഗാർഹിക പീഡനത്തിന് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ, സതീശന് അകത്ത് കിടക്കും. നോക്കണം. എന്നിട്ട് വന്ന് നേരെ അകത്തോട്ട് കയറി എന്തോ ചോദിച്ചു, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. റിമോട്ട് എടുത്ത് ഒരു ഒറ്റ എറിയതായിട്ട് ഇവിടെ നോക്ക് മാഡം. കണ്ടോ? തിരിക്കോ നോക്ക് സാറേ, കണ്ടോ? തിരിക്കോ ഇവിടെ എറിഞ്ഞതാ റിമോട്ട് എടുത്ത്. ആ റിമോട്ട് എറിഞ്ഞ വഴിക്ക് ഇവിടെ മൂട്ടിലെങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുകയുള്ള അവസ്ഥ എന്തായാലും അങ്ങനെ വലിഞ്ഞു കയറി വന്നോളന്നല്ല. ഞാൻ 10 പവനും 2 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഉണ്ടാക്കിയ ഒരു വരവായിരുന്നല്ലോ. അല്ല, ആ കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ആ വരവേ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ BMW കാറിനകത്താ വന്നത്. അതെന്റെ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് നിസാര ഒരു സൈക്കിളെ കൊണ്ടുവരാവുന്ന കേസേ ഉള്ളൂ. ആദ്യം ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാജുവേട്ടന്റെ പടം ഉണ്ടല്ലോ, മണിയമ്പലരാജു നായകനായ, നമ്മുടെ പൃഥ്വിരാജ് നായകനായ പ്രേമുള്ളവരെ, കൊച്ചിൻ പിച്ചോട്ടിലെ ആദ്യ ഗാനം ദി മട്ടൺ ലൈഫ് എന്ന ചിത്രത്തിലെ മട്ടൺ ലൈഫിന്റെ ആട് ജീവിതം, ദി ഗോൾഡ് ലൈഫ്. ആടെന്ന് പറഞ്ഞ മട്ടണാണല്ലോ, ഞാൻ പറഞ്ഞോളാം. ദി മട്ടൺ ലൈഫ് ആട് ജീവിതം എന്ന സിനിമയിലെ പെരിയോനെ രഘുമോനെ തുടങ്ങുന്ന ഗാനം. പാടുന്നില്ലെന്ന് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഓപ്പണിംഗ് സോങ് കൊണ്ട് കിട്ടുക്കാൻ പാടാൻ ഞാൻ പാടിക്കോളാം. ഒന്ന് നോക്കണം, ഞാൻ പാടിക്കോളാം. അണ്ടർസ്റ്റാൻഡ് ഇവിടെ. പ്രേമുള്ളവരെ, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നായകനായ രക്തസാക്ഷികൾ റിസർവ് ആവാൻ ചിത്രത്തിലെ സിംബാബ, ന്യൂസിലാൻഡ്, തായ്ലൻഡ് ആണോ? അതെ അതെ അതെ, രക്തസാക്ഷികൾ സിന്ദാബാൻ ചിത്രത്തിലെ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടെതല്ല ആരുടെതല്ല എന്ന ചിത്രത്തിൽ നിന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടി അല്ലടാ ഈ ഉത്സവം നടത്തുന്നത്. എന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇത് പൊളിക്കോടാ നീ ഗാനങ്ങളെ വിളിച്ചിരിക്കണം ഞാനാണ്. ഉമ്മ പ്രണയിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നീ കളിയാക്കണ്ട, ഈ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ? പറയ്. ഈ കോളേജിലൊക്കെ ഒരു ക്ലബ് ഉണ്ടല്ലോ, ഈ സിനിമ നടന്മാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണ ക്ലബ്. അത് തന്നെ. ഇഞ്ച കോളേജിന് അതിന്റെ ഉദ്ഘാടനത്തിന് വന്നേ സിൽമാടെ മമ്മൂട്ടിനു. മമ്മൂട്ടി സ്റ്റേജിൽ ഇങ്ങോട്ട് വന്നതും ഞാൻ സ്റ്റേജ് മേലുണ്ടേ, മൂപ്പരെന്നെ കണ്ടതും എല്ലാം മറന്നൊരു നോട്ടം. പഠിച്ചോനെ ചുള്ളൊന്ന് മിന്നി റസിയ. എന്നിട്ട് എന്തേട്ടാ, ഓരോരുത്തർക്കും സ്വാഗതം പറയുമ്പോ പൂ കൊടുക്കലുണ്ടല്ലോ, ഓരോരോ പെൺകുട്ടികളാ മമ്മൂട്ടിക്ക് പൂ കൊടുക്കാൻ വേണ്ടിട്ട് സെലക്ട് ചെയ്ത ഇന്ന. എങ്ങനെ സെലക്ട് ചെയ്യാണ്ടിരിക്കും? ആ കോളേജിൽ ഏറ്റവും സൗന്ദര്യമുള്ളല്ലേ. മമ്മൂട്ടിക്ക് സ്വാഗതം പറഞ്ഞതും ഞാൻ പൂവായിട്ട് ഇങ്ങനെ വേദിയിലേക്ക് പൂ കൊടുത്തതും മൂപ്പരാരും കാണാണ്ട് ഒരു കുറിപ്പെന്റെ കയ്യിൽ വെച്ചെന്ന് ഞാനത് തുറന്നു നോക്കുമ്പോ എന്താ 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 പറയുമ്മ? കൂടെ പോരുന്നോന്ന്. എന്നിട്ട് ഇതേട്ടോ മമ്മൂട്ടി കാണാൻ തന്നെ നിന്നിട്ട് ഞാൻ ആ പേപ്പർ 10 കഷ്ണാക്കിയാട്ട് എറിഞ്ഞാൽ നീ മമ്മൂട്ടി നോക്കിയിട്ട് വളയാത്തോളാണ് മോളെ ഈ പാത്തു. റസിയ, അന്ന് മമ്മൂട്ടി ഉണ്ടല്ലോ പൊരേ പോയിട്ട് കൊറേ നിലോത്സി ഉണ്ടാവും കന്ന് കിടത്തിട്ട്. ഉമ്മ നോണ പറയുമ്പോ കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന നോണ പറയും. മമ്മൂട്ടി കുറിപ്പ് തന്നു പോയി. അപ്പൊ തേക്കാനുള്ള പരിപാടിയാണ്. അയ്യോ അതല്ല, ഒരു കാര്യം പറയട്ടാ. പറ. ആരോടെങ്കിലും പറയോ? ആരോടും പറയാൻ പറ്റാത്ത കാര്യമാണ്. പറഞ്ഞു. പറയോ? പറയൂല. പ്രശ്നാവോ? പ്രശ്നമാവാണ്ട് ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മുടെ ഈ കടലിന്റെ അക്കരം പേർഷ്യണ. കുത്തിയും പൊക്കോണ ഉള്ള ജാതിയാണല്ല ഈശ്വരാ. ഇന്ന് രാത്രി ഇറങ്ങി വരാവാ. എന്തിന്? നമ്മൾ ഈ കടാപ്പുറത്ത് പോയിരുന്ന് രാത്രി നിലാവ് കണ്ടിട്ടും കാറ്റ് കൊണ്ടിട്ടൊക്കെ എത്ര കാലമായി.
അയ്യാ ഞാനെങ്ങുമില്ല. ചേച്ചിയായിരുന്നു എന്നെ വിളിച്ചേ. ഞാൻ വിചാരിച്ച അപ്പുറത്ത് അണ്ണാച്ചി എന്നെ വിളിച്ചായിരിക്കും. കണ്ണാടി അങ്ങ് നോക്കിയാ പോരായിരുന്ന? അല്ല, ഞാൻ നോക്കിയപ്പോ ചേച്ചിയുടെ ഈ മുഖമാ ഞാൻ കണ്ടത്. ഞാൻ എത്ര നേരം ഉണ്ടടി നിന്നെ ഇവിടെ കടന്ന് വിളിക്കുന്നടി? അല്ല, ചേച്ചി എന്നെ ഈ കിടന്നൊക്കെ വിളിക്കാൻ പോയെന്ന് നിന്ന് വിളിച്ചായിരുന്നു, ഞാൻ വിളിയാക്കത്തില്ലായിരുന്നു. എന്റെ മണിച്ചി ഇവിടെ കേറി കൊക്കിക്കൊണ്ട് പോന്ന കണ്ടോണ്ടാടി ഞാൻ ഇങ്ങോട്ട് കേറി വന്നത്. മണിച്ചിയോ? എന്റെ കോഴിയുടെ പേരാടി പറഞ്ഞത്. മണിച്ചി, ഞാൻ ആരാം കോഴി എടുത്തിട്ടില്ല. ഞാൻ പിള്ളേർക്ക് 4 സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താ ജീവിക്കുന്നത്. ഈ വീടിന്റെ സ്റ്റെപ്പ് ഒക്കെ കാണിച്ചു കൊടുത്ത എങ്ങനെ അടി ജീവിക്കുന്നത്? അതിന്റെ കുട്ടൻസ് എനിക്കൊന്ന് പറഞ്ഞു തന്നേടി. അതെ, നൃത്തത്തിന്റെ കാര്യ പറഞ്ഞത്. ഈ നൃത്തത്തിന്റെ കാര്യം എന്തിനാടി ഇവിടെ പറയുന്നത്? ഞാൻ കലാമണ്ഡലം തങ്കമണി ആയതുകൊണ്ട്. നീ കലാമണ്ഡലം തങ്കമണിയാന്ന് ഈ അരമണ്ഡലത്തിൽ നിന്നോണ്ട് ഒരു 2 സ്റ്റെപ്പ് നിനക്ക് ധൈര്യമുണ്ടോടി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാന്? നീ ഒന്ന് കാണിച്ചേടി. പിന്നെ ഞാനിപ്പ നാട്ടുകാരെ മൊത്തം എന്റെ അരമണ്ഡലോ എന്റെ കോതമംഗലോ ഒക്കെ കാണിക്കാൻ ഇരിക്കുവല്ലയോ. എന്തായത്? ചായപ്പൊടി, പഞ്ചസാര, പാല്, ചൂടുവെള്ളം. ഇതൊക്കെ എന്താ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ചോദിച്ചത്? ഞാൻ എപ്പ ചായ ഉണ്ടാക്കിയാലും മാഷുക കുറ്റമാണല്ലോ. എന്നാ പിന്നെ തനിയെ ഉണ്ടാക്കി കുടിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, അകത്തിരിക്കുന്ന ഗ്യാസ് കുറ്റിയും ഗ്യാസിന്റെ സ്റ്റൗ എടുത്ത് പുറത്തോട്ട് വെക്കുക. അതെന്തിനാ? എനിക്ക് ആവശ്യമുള്ളതല്ല ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. എന്തിനാ നീ ഇവിടെ? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാഷെ. ഞാൻ എന്തിനാ ഇവിടെ എന്ന്. സ്വന്തം മകളുടെ കല്യാണ നിശ്ചയം മകനെ അറിയിക്കാത്ത ദുഷ്ടനായ അച്ഛനല്ലേ നിങ്ങള്? ഞാൻ ഇറങ്ങി പോവാ. സ്വന്തം മകളുടെ മനസ്സമ്മതം അറിയിച്ചില്ല. അതെ. എടീ, കണക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴേ ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, നീ എന്റെ മകനല്ല, ഇനി മേലിൽ തന്നെ അപ്പാന്ന് വിളിച്ചു പോകരുത്. വന്നത് 10ാം ക്ലാസിന്റെ റിസൾട്ട് അല്ലേ, അല്ലാതെ DNA ടെസ്റ്റ് ഒന്നല്ലല്ലോ. ഇനി അതും നീ കാണിക്കണം. എനിക്കതിൽ കാര്യത്തിലും സംശയമുണ്ട്. ശരി, അപ്പൊ അതിനും സംശയമായി. അതെ, ശരി. ഇനി ഞാൻ ഈ കുടുംബത്തിൽ നിൽക്കണില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുക മാഷെ. ദേ, കയ്യിലൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഈ ഉടുതുണിയല്ലാതെ. ഞാൻ ഇറങ്ങുക മാഷെ, ഇറങ്ങുക. നിക്കുക. ഈ ഉടുത്തേക്കുന്നതും ഈ അണിഞ്ഞേക്കുന്നതെല്ലാം ഈ ചാക്കോ മാഷിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ളതാ. അപ്പൊ അതും ഇവിടെ വെച്ചിട്ട് പോ. ശരി, എന്നാ കേട്ടോ, ഈ ചെറുപ്പക്കാരൊക്കെ നോക്കി നിൽക്കേ ഈ ഉടുതുണിയില്ലാതെ ഈ പൊന്നമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത്ര ദാരിദ്ര്യമുള്ള പിള്ളേരൊന്നും ഈ പഞ്ചായത്തിലില്ല. കാണണോ ചാക്കോ മാഷിന്? കാണിച്ചു തരാ ഞാൻ.